ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ ഞാൻ വാട്സാപ്പിൽ കാണാറുണ്ട്. ഏത് സർട്ടിഫിക്കറ്റ് എടുത്താലാണ് നമുക്ക് ജോലി കിട്ടുക? എന്ത് പഠിച്ചാലാണ് യുഎഇയിലൊക്കെ ജോലി സാധ്യതയുള്ളത്? ഇന്ത്യയിൽ ഏതൊക്കെയാണ് സാധ്യതയുള്ളത്? ഏതൊക്കെ കോഴ്സാണ് അതിന് സർട്ടിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ആൻസർ ഇത്രയാണ്. നമ്മുടെ നാട്ടില് 3 തരത്തിലുള്ള അക്കൗണ്ട്സുകളുണ്ട്. ഒന്നാമത്തത് മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയാം. രണ്ടാമത്തത് ട്രേഡിംഗ് ബിസിനസ് ആണ്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി റീസെയിൽ ചെയ്യുന്ന ആളുകൾ, അതായത് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അവർ ഉണ്ടാക്കിയ ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് റീസെയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ, അവരെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയാം. അത് ഹോൾസെയിലേഴ്സ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം, ഏത് രീതിയിലും ആകാം. മൂന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് സർവീസ് ബിസിനസ് ആണ്. പ്രൊഡക്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സും, എഡ്യൂക്കേഷൻ ബിസിനസ്സുകൾ, അക്ഷയ പോലെയുള്ള സർവീസ് ബിസിനസ്സുകളൊക്കെ ഈ ഒരു കാറ്റഗറിയാണ്. ഇത് കൂടാതെ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന 3 തരത്തിലും വരുന്ന മാനുഫാക്ചറിംഗിലും ട്രേഡിംഗിലും സർവീസിലും വരുന്ന കമ്പൈൻ ചെയ്തിട്ടുള്ള ബിസിനസ്സുകളുണ്ട്. ഇതിനൊരു ഇ കൊമേഴ്സ് രൂപത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അക്കൗണ്ട്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി നാട്ടിലായാലും വിദേശത്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ ആ രീതിയിലുള്ള പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ജോലി സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക.